നേരത്തെ അബുദാബിയിൽ നിന്ന് വാർത്തകൾ വന്നിരുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണം, അതിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നുള്ള വിവരം വരുന്നു. പരിക്കേറ്റ 3 പേരിലും ഒരു ഇന്ത്യക്കാരനുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചൊക്കെയുള്ള ദുരന്തം എന്നതാണല്ലോ നേരത്തെ പുറത്തു വന്ന വിവരം. അനുജ സ്മിത, ഏറെ സങ്കടകരമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അബുദാബിയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അല്പസമയം മുമ്പാണ് വന്നത്. ഒരു ഇന്ത്യൻ സ്വദേശിയും ഒപ്പം തന്നെ ഒരു പാകിസ്ഥാൻ സ്വദേശിയുമാണ് മരിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പരിക്കേറ്റ 3 പേരിലും ഒരു ഇന്ത്യക്കാരനുണ്ട് എന്നുള്ള വിവരമുണ്ട്. മറ്റൊരാൾ UAE കാരനും ഒപ്പം തന്നെ ഒരു ജോർദാൻ സ്വദേശിയുമാണ് പരിക്കേറ്റ മറ്റുള്ളവർ എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുള്ളൂ. ഇയാൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ ആളാണ് എന്നുള്ളത് വ്യക്തമല്ല. അതിനി ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ളവർ അതിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം പുറത്തു വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും മരിച്ച ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ കാര്യമായിട്ടുള്ള ആക്രമണമാണ് അബുദാബിയിൽ നടന്നത്. അപ്പോൾ ആക്രമണത്തിൽ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്ത് ഈ ഒരു മിസൈലിന്റെ അവശിഷ്ടം വന്ന് പതിച്ചിട്ടാണ് ഈ തരത്തിലൊരു അപകടമുണ്ടായത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ 3 പേർക്ക് പരിക്കേറ്റതും മാറ്റി നിർത്തിയാൽ അവിടെ ഒരു 4-5 കാറുകൾ കത്തിപ്പോയിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഒരു ഇന്റർസെപ്ഷൻ ആണ് നടന്നിട്ടുള്ളത്. വലിയ സ്ഫോടന ശബ്ദമൊക്കെ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ അബുദാബിയിലെ സ്വൈഹാൻ സ്ട്രീറ്റിലാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും മരിച്ച ആളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇയാൾ ഏത് സ്വദേശിയാണ്, ഇയാളുടെ പേര് വിവരങ്ങൾ അടക്കം എന്തായാലും ഇന്ത്യൻ എംബസി ആവണം ഇതിന്റെ വിവരങ്ങളൊക്കെയും പുറത്തുവിടേണ്ടത്. അല്പസമയം മുമ്പ് അബുദാബി മീഡിയ ഓഫീസാണ് ഇത്തരത്തിൽ മരിച്ചവരിൽ ഇന്ത്യക്കാരനുണ്ട് എന്നുള്ള വിവരം കൂടി പങ്കുവെക്കുന്നത്. അങ്ങനെ മരണം 11 ഉയരുകയാണ്. ഈ UAE മരിച്ചവരുടെ എണ്ണം 2 അംഗ സംഖ്യയായി മാറിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 3 പരിക്കേറ്റവരുടെ സാരമായിട്ടുള്ള പരിക്കുണ്ട് എന്നുള്ള വിവരം കൂടി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കാരണം ഈ അലാറം ലഭിക്കുന്ന സമയത്ത്, ഫോണിൽ അലേർട്ടുകൾ വരുന്ന സമയത്ത് പുറത്തിറങ്ങി ഈ നിൽക്കരുത്, ഈ മിസൈലിന്റെയും ഡ്രോണിന്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ പതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിർദ്ദേശം അടിക്കടി ഏതാണ്ട് ഓരോ മണിക്കൂറിലും നൽകാറുള്ളതാണ്. പക്ഷേ അത് കൃത്യമായി പാലിക്കപ്പെടാറില്ല എന്നുള്ളത് കൂടി ഈ ഒരു അപകടത്തിന്റെ ഒരു വിവരം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഇന്ത്യക്കാരന് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. അനുജ സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.